കേരളത്തിലെ ശബരിമലയിലേക്ക് പൂക്കൾ തയ്യാറാക്കി നൽകുന്ന ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ. പല്ലവരായപ്പെട്ടി എന്ന മനോഹര ഗ്രാമത്തിലെ പൂക്കൃഷികളുടെ കാഴ്ച ആരുടെയും കൺകുളിർക്കും. കേരള വിപണി ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് വർഷം മുഴുവൻ പലതരം പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു മനോഹര ഗ്രാമത്തെ പരിചയപ്പെടാം. തേനി ജില്ലയിലുള്ള ഈ ഗ്രാമത്തിലെ പാടങ്ങൾ മുഴുവൻ വിവിധയിനം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. ജമന്തി, ചെണ്ടുമല്ലി, മുല്ലപ്പൂവ്, വാടാമല്ലി, റോസ്, അരളി, തുളസി, ചമ്പങ്ങി തുടങ്ങി കനകാംബരം പൂവരെ പൂത്തു നിൽക്കുന്ന പാടങ്ങളാണ് പള്ളവരായൻപട്ടിയിലെ കാഴ്ച. 5 തലമുറകളായി പൂകൃഷി മാത്രം ചെയ്തു വരുന്ന തമിഴ്നാട്ടിലെ ഗ്രാമമാണ് തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിലെ പള്ളവരായൻപട്ടി. കേരളത്തിലെ പൂവ്യാപാരം ലക്ഷ്യം വെച്ചാണ് ഇവിടുത്തെ കർഷകർ പാടങ്ങളിൽ പ്രധാനമായും പൂവിരിയിക്കുന്നത്. ഓണക്കാലത്തും കേരളത്തിലേക്ക് പൂവെത്തിച്ച് പള്ളവരായൻപട്ടിയിലെ കർഷകർക്ക് കൊയ്ത്താണ്. കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ കൂടാതെ വിദേശങ്ങളിലേക്കും വിവിധയിനം പൂക്കൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഗ്രാമവഴിയിലെ ഇരുവശത്തെയും കാഴ്ച നോക്കത്താ ദൂരമുള്ള പൂപ്പാടങ്ങളാണ്. ചെറുതും വലുതുമായ 500ഓളം കർഷകർ 1000 ഏക്കറിൽ അധികം പള്ളവരായൻപട്ടിയിലെ പൂപ്പാടങ്ങളിൽ പൂകൃഷി ചെയ്യുന്നു. ശ്രീയുടെ പൂവ് 32 വർഷം ഉണ്ടാകാം. 32 വർഷം നമ്മൾ ഷാപ്പുണ്ട്. ഇവിടെ നിന്ന് എറണാകുളം, തൊടുപുഴ, ആലപ്പുഴ വരയ്ക്കും നമ്മ പള്ളവരായൻപട്ടി ഫേമസ് ഉണ്ട്. പൂ മാർക്കറ്റ് ഫേമസ് ഉണ്ട്. ഇങ്ങോട്ട് കാഞ്ചിരാപ്പള്ളി, ആന്ധ്ര ആ സൈഡ് വരയ്ക്കും നമ്മ മാർക്കറ്റ് வந்து കൃഷി ഉണ്ട്. ഇപ്പോൾ വരയ്ക്കും 2000 kg യെല്ലോ ബന്തി, ഓറഞ്ച് ബന്തി ആർഡർ കയ്യിലുണ്ട്. വില കുറച്ച് കൊടുത്താക്കാം. ഞാനെടുത്തോളം വില കുറച്ച് കൊടുത്താക്കാം. ചെറുകിട കർഷകരും വലിയ കർഷകരും പള്ളവരായൻപട്ടി മാർക്കറ്റിൽ എത്തിയാണ് വ്യാപാരം ചെയ്യുന്നത്. ചെണ്ടുമല്ലി 30 രൂപ, ജമന്തി 150 രൂപ, വാടാമല്ലി 120 രൂപ, മുല്ലപ്പൂവ് 900 രൂപ എന്നിങ്ങനെ പോകുന്നു മാർക്കറ്റിലെ പൂവിന്റെ വില. സീസണിൽ പൂവിലെ ലഭ്യത അനുസരിച്ച് വിലകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. വിളവെടുപ്പിൽ ലഭ്യമായ പൂക്കൾ വാഹനത്തിൽ ശബരിമലയിലെ കരാറുകാർക്ക് ഇവിടെ നിന്നും എത്തിച്ചു നൽകുകയാണ് പതിവ്.